ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞാൻ വിശുദ്ധ യൂദാസ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥ ശക്തിയുള്ള പ്രാർത്ഥനയിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞതിനാൽ എൻ്റെ വാഗ്ദാനങ്ങൾ ഞാൻ പാലിക്കാൻ വേണ്ടിയിട്ട് പ്രസിദ്ധപ്പെടുത്താൻ, മഹത്വപ്പെടുത്താൻ, ആ പ്രാർത്ഥനകൾ എല്ലാവരിലും എത്തിക്കുവാൻ വേണ്ടി ഞാൻ കൊടുത്ത വാക്കിന്മേൽ ഞാനത് പാലിക്കുകയാണ്. അത് ഇന്ന് കുറച്ച് ദിവസങ്ങളായി ഞാൻ തുടർച്ചയായി ചൊല്ലണം. ഇന്നലെ അതെനിക്ക് ചൊല്ലാൻ പറ്റിയില്ല. അപ്പോൾ അത് തുടരുകയാണ്. യൂദാസ്ലീഹായുടെ നോവേനയാണ്. വിശുദ്ധ യൂദാസ്ലീഹായുടെ അസാധ്യ കാര്യങ്ങളുടെ മാധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലീഹായ്ക്ക് എൻ്റെ പ്രത്യേക നന്ദിയും ഈ ലോകമെങ്ങും അദ്ദേഹത്തിൻ്റെ മഹത്വം എത്തിച്ചു കൊടുക്കാമെന്നും ആ അത്ഭുത മാധ്യസ്ഥ ശക്തി എല്ലാവരിലും അറിയിക്കണമെന്നുള്ള എൻ്റെ നേർച്ചയുടെ ഭാഗമായി ഞാൻ ഇന്ന് ഈ പ്രാർത്ഥന ഇവിടെ സമർപ്പിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇത് കേൾക്കാൻ ഇടയാക്കി തന്ന അനുഗ്രഹം എന്ന ആ പുണ്യഭൂമിയിൽ ചെയ്യുന്ന ശുശ്രൂഷകളിലുള്ള ആ ശുശ്രൂഷകൻ ആയ ഫാദർ മാത്യു വയലമണ്ണിൽ അച്ഛൻ വഴിയാണ് ഞാനിത് കേൾക്കാനിടയായത്. അപ്പോൾ അതിൻ്റെ പ്രാർത്ഥന എനിക്കും അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതുപോലെ എന്നെപ്പോലെ അറിയാതെ ഇരുന്ന ആൾക്കാരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ പ്രാർത്ഥന അറിയട്ടെ. അങ്ങനെ അതിലൂടെ ഈ വിശുദ്ധൻ്റെ മഹത്വങ്ങൾ അറിയട്ടെ എല്ലാവരും. അസാധ്യകാര്യങ്ങളുടെ മാധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലീഹായ്ക്ക് മുന്നിൽ ആത്മാർത്ഥമായ ആ ഒരു സ്നേഹവും കരുതലും ഞാൻ ഇന്ന് പ്രാർത്ഥനയും അർപ്പിക്കുന്നു. കാരണം എനിക്ക് ഇന്നേവരെ അറിയില്ലായിരുന്നു. യൂദാസ് ഒറ്റിക്കൊടുത്ത കഥയെ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ, ഞാനത് അറിയാൻ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാനതിൻ്റെ ആത്മീയ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ അത്രയും ആത്മാർത്ഥമായിട്ട് ക്രിസ്തു മരിക്കുന്നതിനേക്കാൾ മുന്നേ 30 വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞ് അതിമോഹത്തിൻ്റെ പേരിൽ, കാശിൻ്റെ പേരിൽ ഒറ്റിക്കൊടുത്ത് അങ്ങനെ ഒരു തെറ്റ് ചെയ്യേണ്ടി വന്നതിൻ്റെ പേരിൽ ആത്മഹൂതി ചെയ്ത് അത് പ്രായശ്ചിത്തം ചെയ്ത ആ ഒരു വലിയ മനസ്സ്, അത് പ്രായശ്ചിത്തത്തിൻ്റെ പേരിൽ അത്രയും വലിയൊരു അനുഗ്രഹവും ദൈവം കൊടുത്ത് ദൈവത്തിൻ്റെ സ്വന്തം ശിഷ്യനായി തൊട്ടടുത്ത് നിൽക്കേണ്ടവനായി തിരഞ്ഞെടുത്ത ആ ഒരു വലിയ കഥയൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ആ ഒരു അത്ഭുത മാധ്യസ്ഥത്തിൽ ഞാൻ ശരിക്കും ഭയങ്കരമായിട്ടും ആത്മാർത്ഥമായുള്ള ആ ഒരു പ്രാർത്ഥനയും സ്നേഹവും കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനും സമർപ്പിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനംനൊന്തുള്ള ആ ഒരു ഇതിൽ ദൈവം അത്രയും ക്ഷമിച്ച് ദൈവം ഏറ്റെടുത്തില്ലേ. അപ്പം അതുപോലെ തന്നെ പാപികളായ എല്ലാവരെയും ഏറ്റെടുക്കുന്ന കർത്താവിൻ്റെ വലിയ മനസ്സ്, കർത്താവിൻ്റെ വലിയ ഒരു സഹനത്തിൻ്റെ മുന്നിൽ ഒന്നും ആവില്ല. നമ്മുടെയൊന്നും സഹനങ്ങൾ എല്ലാം അറിയാം. എങ്കിലും ഇത്രയും ശക്തനായ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ഇന്നും ജീവിച്ചിരിക്കുന്ന ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ഒരേ ഒരു ദൈവം, അത് യേശുക്രിസ്തു എന്ന മിശിഹ എന്ന കർത്താവെന്ന് വിളിക്കപ്പെടുന്ന, പല പേരുകളിലും വിളിക്കുന്നെങ്കിലും നമ്മുടെ ലോകത്തിൻ്റെ പിതാവിൻ്റെ പുത്രനായ പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം എന്നറിയപ്പെടുന്ന ക്രിസ്തുവിൻ്റെ മുന്നിൽ ഈ പ്രാർത്ഥനകൾ ഞാൻ സമർപ്പിക്കുന്നു. ഒപ്പം ഈ വിശുദ്ധനെ അറിയാത്തവ ഇടങ്ങളിലേക്ക് അറിയിക്കുവാനും എൻ്റെ നാവിനാൽ നിയോഗപ്പെടുത്തിയ ആ ഒരു വലിയ നിമിഷത്തെയും ദിവസങ്ങളെയും ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായുള്ള ആ ഒരു അറിവുകൾക്ക് വളരെ വൈകിയാണെങ്കിലും എനിക്ക് തന്ന ദൈവത്തിന് മുന്നിൽ കൃതജ്ഞതാ സ്തോത്രങ്ങളും ആലപിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഈ പ്രാർത്ഥന ചൊല്ലുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒപ്പം ശക്തമായ വേറൊരു മാധ്യസ്ഥം നമുക്കുണ്ട്. ഈ ക്രിസ്തുവിനെ ലോകത്തിന് തന്നെ സമ്മാനിച്ച വാഗ്ദാനത്തിൻ്റെ ആ പേടകമായ അമ്മയ്ക്ക് മുന്നിലും വലിയ മഹത്വങ്ങൾ വെളിപ്പെടുത്താനുള്ള കാരണങ്ങളുണ്ട്. അത് അടുത്ത പ്രാർത്ഥനയിൽ അമ്മയുടെ മഹത്വങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഈ രണ്ട് ശക്തമായ മാധ്യസ്ഥങ്ങളും ഈ ലോകത്തിന് മുന്നിൽ ഞാൻ എൻ്റെ നാവിനാൽ കർത്താവിൻ്റെ കൃപയാൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം കർത്താവ് ചലിക്കാതെ ഒരു നിമിഷം പോലും, നമ്മൾക്കൊരു സെക്കൻഡ് പോലും ഒന്ന് ചലിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അവിടുത്തെ കൃപയും കാരുണ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. പ്രാർത്ഥനയിലൂടെ ഞാൻ സമർപ്പിക്കുന്നു. അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലീഹായേ, എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ. അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലീഹായേ, എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ. അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലീഹായേ, എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ. ആമേൻ. യൂദാ വിശുദ്ധ സ്ലീഹാ
പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ, നിന്ദാസർ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്ക ദയാനിധേ. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാസ്ലീഹായെ, ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും, പ്രത്യേകിച്ച് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ നിയോഗം സമർപ്പിച്ചുള്ള പ്രാർത്ഥനയിൽ, എൻ്റെ ആദ്യം വ്യക്തിപരമായുള്ള കാര്യങ്ങളിൽ എനിക്ക് അസാധ്യമായി 7 ദിവസത്തെ പ്രാർത്ഥനയിൽ 3 ദിവസം കൊണ്ട് സാധിച്ചു കിട്ടിയെന്നുള്ള അത്ഭുത സിദ്ധി ഞാൻ മഹത്വപ്പെടുത്തി കഴിഞ്ഞു ഓൾറെഡി. എന്നാലും രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത്, ഇപ്പോൾ വിദേശത്തേക്ക് പോകാൻ കഴിയാതെ സ്റ്റക്കായി ഈ യുദ്ധം മൂലം കിടക്കുന്ന ആൾക്കാരുണ്ടാകും. അതുപോലൊരു വ്യക്തിയാണ് ഞാനും. അപ്പോൾ ആ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ യുദ്ധങ്ങളൊക്കെ പെട്ടെന്ന് അവസാനിച്ച് ഒത്തുതീർപ്പായി, ആൾക്കാരുടെ വാശിയും വൈരാഗ്യവും രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു വിട്ടുവീഴ്ചകളൊക്കെ തയ്യാറായി എല്ലാം അവസാനിപ്പിച്ച് ഒരു പൂർണ്ണ സമാധാന ഉടമ്പടി ഒപ്പുവയ്ക്കുവാനായിട്ട് നിയോഗം, അസാധ്യകാര്യമായ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നെ എല്ലാം വിസ തീർന്നും കാലാവധി കഴിഞ്ഞും സ്റ്റക്കായും വിസ പ്രോസസ്സിങ് സ്റ്റക്കായും ഒക്കെ പുതിയ ജോലിയിൽ പ്രവേശിക്കാത്തവർ, ലീവിന് വന്നിട്ട് കയറാൻ പറ്റാത്തവർ, അങ്ങനെയൊക്കെ ഈ ഫ്ലൈറ്റ് യാത്രയില്ലാത്തത് കാരണം സമുദ്രയാത്രകൾ സാധ്യമാകാൻ, ഇപ്പോൾ കർത്താവ് പറഞ്ഞ മേഘങ്ങളിലൂടെ നിന്നെ സഞ്ചരിപ്പിക്കുമെന്നുള്ള ഉടമ്പടിയുടെ വാക്കിനാൽ ആ വാഗ്ദാനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ മാധ്യസ്ഥ പ്രാർത്ഥന കർത്താവിൻ്റെ നസ്രായനായ യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെപ്പോലെ തന്നെ അതുപോലെ വിഷമിക്കുന്ന ഒട്ടേറെ മനുഷ്യർക്ക് വേണ്ടിയും ഈ ലോക സമാധാനത്തിന് വേണ്ടിയുമാണ് എൻ്റെ ഈ നിയോഗ പ്രാർത്ഥന. അത് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലീഹായുടെ സമർപ്പണത്തിലൂടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എത്തിച്ചത് സാധ്യമാക്കി തരുവാൻ നസ്രായനായ യേശു ക്രിസ്തുവിനോട് യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ആവശ്യങ്ങളിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ഞാൻ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. ഞാനിതിൽ നേർച്ചയായി ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. മുന്നെയൊക്കെ ഞാനിത് യൂട്യൂബിലൂടെ എല്ലാം പ്രസിദ്ധപ്പെടുത്തി, പിന്നെ സാക്ഷ്യങ്ങളായിട്ട് അനുഗ്രഹം എന്ന പുണ്യഭൂമിയിൽ തന്നെ പറഞ്ഞ് ചെയ്യുവാനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാക്ഷ്യം പറയാൻ അവിടെ ലൈവായിട്ട് പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതിനു വേണ്ടി ഒരു സന്തോഷ വർത്തമാനം കേട്ട് അവിടെ വരെ പോയി ചെയ്യുവാനുള്ള അനുഗ്രഹം ദൈവം തരണം. പിന്നെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വിശുദ്ധ യൂദാസ്ലീഹായുടെ പ്രാർത്ഥനയും കൂടി ഫോട്ടോ സഹിതം പ്രിൻ്റ് എടുത്ത് കൊടുത്ത് കർത്താവിൻ്റെ മഹത്വവും കൂടി കാണിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവുമൊക്കെ പ്രയറായിട്ട് പ്രിൻ്റ് ചെയ്ത് ഞാൻ ഊണിനോടൊപ്പം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ നേർച്ചയും കൂടി ഞാൻ ഇതിനകത്ത് പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. അദ്ദേഹം അത് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി കർത്താവ് ഈശോ മിശിഹാ അത് സാധിച്ചു തരട്ടെ. അതിനായി ഞാൻ ഒന്ന് കരമുയർത്തി കർത്താവിൻ്റെ കരങ്ങളിൽ ആ മധ്യസ്ഥ പ്രാർത്ഥന എത്തിക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നസ്രായനായ യേശുവേ, വിശുദ്ധ യൂദാസ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച നിയോഗം അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളും ബന്ധനങ്ങളും പൈശാചിക ശക്തിയുടെ ബന്ധനങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം വിടുതൽ നൽകി പൂർണ്ണമായും അത് എടുത്തു മാറ്റി ഞങ്ങൾക്കത് സാധിച്ചു തന്ന് ഈ ലോകത്തെ തന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച ഈ പ്രാർത്ഥന അങ്ങ് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ആ പാട്ടുണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതെന്ത് രസമായിട്ടാണ് അവർ ആ പാട്ട് പാടുന്നത്. അനുഗ്രഹയിലെ ആൾക്കാരെ സത്യം പറഞ്ഞപ്പോൾ എല്ലാവരെയും എനിക്ക് വീഡിയോയിലൂടെ കണ്ടാണെങ്കിൽ പോലും ഭയങ്കര ഒരു കുടുംബത്തിലെ അംഗം പോലെ. കാരണം അവരുടെ പ്രാർത്ഥനയും വചനങ്ങൾ കേൾക്കണം ധ്യാനമൊന്നും ഇല്ലാതെ ഇപ്പോൾ മുന്നോട്ടില്ല ജീവിതം. ഡെയിലി ബ്ലെസ്സിങ് 5:30 തൊട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ്റെ ധ്യാനങ്ങൾ ഓരോന്ന് കേൾക്കുക, പിന്നെ ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ ചെയ്യുക, ബൈബിൾ വായിക്കുക, ജപമാല ചൊല്ലുക, ഇങ്ങനെ ഒരു ജീവിതം ഒരു ഡെയിലി ലിവിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ ഇതുപോലെ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കഷ്ടതയിലൂടെ പോകുമ്പോൾ ഒരു ഉൾവിളി എന്ന പോലെ കർത്താവിൻ്റെ കൃപ ഓരോ കുടുംബത്തിലും വന്ന് കർത്താവ് തീരുമാനിച്ച് ആ കുടുംബത്തെ തിരഞ്ഞെടുക്കുന്നത് വളരെ വലിയ കാര്യമാണ്. നമ്മളിപ്പം അക്രൈസ്തവയായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കർത്താവിൻ്റെ തീരുമാനപ്രകാരം അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിയോഗത്താൽ നമ്മൾ അറിയപ്പെടുകയാണെങ്കിൽ അത് വലിയ പുണ്യമാണ്.
അത് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഒരു അവസരം. അതിപ്പം വേറൊന്നും എനിക്കറിയില്ല പറയാൻ. എന്തായാലും എനിക്ക് കിട്ടിയ ഈ ഒരു വലിയ അനുഗ്രഹത്തെ ഞാൻ ഇതിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. പൂജ്യനാം പുണ്യദാതാ യേശുവിൻ സ്നേഹദൂതാ, പൂജ്യനാം പുണ്യദാതാ യേശുവിൻ സ്നേഹദൂതാ, യൂദാത്താദേവോസേ നിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു, യൂദാത്താദേവോസേ നിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു. ഒറ്റിക്കൊടുത്തവൻ്റെ പേരിനാൽ പലരും മറന്നു നിന്നെയെങ്കിലും, ഒറ്റിക്കൊടുത്തവൻ്റെ പേരിനാൽ പലരും മറന്നു നിന്നെയെങ്കിലും, മഹിമപ്രതാപമോടെ വാനിലും ഭൂവിലും ദീപ്തിയാർന്ന ദീപമേ, ക്ലേശം നിറഞ്ഞിടുന്നു പാതയിൽ, ആശകൾ അസ്തമിക്കും വേളയിൽ, ശരണമില്ലാരുമീ തനയരിൽ, കൃപ നീ ചൊരിയൂ ദയാനിധേ, കൃപ നീ ചൊരിയൂ ദയാനിധേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി എന്ന് പറഞ്ഞാൽ, ഒറ്റിക്കൊടുത്തവൻ്റെ പേരിനാൽ പലരും മറന്നു നിന്നെയെങ്കിലും. സത്യം പറഞ്ഞാൽ പലരും മറന്ന് നിന്നെ, അതായത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ മറന്നു എന്ന്. കാരണം ഞാൻ ഒറ്റിക്കൊടുത്തതിൻ്റെ പേരിൽ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അതിൽ ഇന്ന് ഞാൻ അനുദപിച്ച് പ്രാർത്ഥിച്ച് ആ ഒരു പ്രാർത്ഥന ഏറ്റെടുത്ത് ചൊല്ലി ഹൃദയത്തിൽ നിന്ന് ഏറ്റെടുക്കുന്നു. ഏറ്റവും വിശുദ്ധനായിട്ടുള്ള ശക്തമായ അസാധ്യ കാര്യങ്ങളുടെ മാധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലീഹായോട് ആത്മാർത്ഥമായുള്ള പ്രാർത്ഥനകളിൽ ഉത്തരം കൃത്യമായി ലഭിക്കുമെന്നുള്ളതിനുള്ള എൻ്റെ ഒരു നിശ്ചിത തെളിവിനാൽ എനിക്ക് കിട്ടിയ അത്ഭുത അസാധ്യകാര്യ സിദ്ധികൾ ഞാൻ ഇന്ന് ഈ ലോകത്തിന് മുൻപാകെ ഈ ചാനലിലൂടെ ഈ വീഡിയോ കാണുന്നവരിൽ ഒക്കെ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നിതായി പ്രാർത്ഥന സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ തിരുക്കരങ്ങളിൽ എല്ലാവരുടെയും സമാധാനവും സന്തോഷവും ലോകസുരക്ഷയും എല്ലാവരുടെയും പ്രാർത്ഥനകളും ഒക്കെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടോ, അവരാരുടെയും മുന്നിൽ മുട്ടുകുത്താൻ ഇടവരാതിരിക്കട്ടെ. എല്ലാവർക്കും നന്മയും കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും പ്രാർത്ഥനയും എല്ലാവർക്കും കർത്താവിൻ്റെ സഹനങ്ങൾ സഹിക്കാനുള്ള ആ ഒരു മനസ്സ്, ആ ഒരു വലിയ ശക്തി എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൂദാസ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ.